ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂസി ഗ്രീൻ. ഇന്ന് നമ്മൾ ഒരു ബീഫ് റെസിപ്പിയാണ് ചെയ്യുന്നത്. പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ചൂടോട് കൂടെ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 15 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇഞ്ചി ഒന്ന് ചെറിയ പീസാക്കി കൊടുക്കണം. ഇഞ്ചി ഇതുപോലെ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ 1 കിലോ ബീഫ് മുറിച്ച് കഴുകി വൃത്തിയാക്കി വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നേരത്തെ ചതച്ചത് 1 ടീസ്പൂൺ ഉലുവ, മീഡിയം സൈസ് 2 സവാള തിന്നായി കട്ട് ചെയ്തത്, മീഡിയം സൈസ് 1 തക്കാളി, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഓരോരുത്തരുടെയും കയ്യിലുള്ള കുക്കറിനനുസരിച്ചും ബീഫിനനുസരിച്ചും വേവിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ 2 വിസിലിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി എയറൊക്കെ പോയതിന് ശേഷം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ വെച്ച് ചൂടായതിന് ശേഷം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. നേരത്തെ വേവിച്ച സമയത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല, അതിന് പകരമായിട്ട് പച്ചക്കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് മാത്രം ചേർക്കുക. മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, അടുക്കി പിടിക്കാതെ. ഈ സമയത്ത് ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വറവായതിനു ശേഷം ഇതിലേക്ക് ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. മുളക് പൊടിയും പച്ചക്കുരുമുളകും ചേർക്കുന്ന സമയത്ത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ആദ്യമേ മുളക് പൊടി ചേർക്കാതിരുന്നത് പച്ചക്കുരുമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഒരേ സമയം ചേർത്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബീഫ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതാണ്.